കുന്നത്തൂർമേട് നോർത്ത് കോൺഗ്രസ് കൗൺസിലറായ പ്രക്ഷോഭ സി വത്സനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. ജോലി വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ലൈംഗിക പീഡന പരാതി ഉയർന്നതിനു പിന്നാലെ ഗത്യന്തരമില്ലാതെയാണ് പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നത്. ജോലി വാഗ്ദാനം നൽകി പരിചയപ്പെട്ട ശേഷം പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പാലക്കാട് സ്വദേശിനിയായ ദളിത് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. സംഭവത്തിന് പിന്നാലെ കൗൺസിലർ ഒളിവിൽ പോയി. ജോലി വാഗ്ദാനം ചെയ്താണ് പരിചയപ്പെട്ടത്. പിന്നീട് യുവതിയുടെ വീട്ടിലേക്ക് പ്രക്ഷോഭെത്തി. അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് പട്ടാമ്പിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോയി. കാറിൽ വെച്ചും പീഡനത്തിനിരയാക്കി. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപം വെച്ചും പീഡനമുണ്ടായി. ഇതുകൂടാതെ പാലക്കാട്ടെ ഒരു ഹോട്ടലിലേക്ക് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി പീഡിപ്പിക്കാനും ശ്രമിച്ചു. ഈ സമയത്ത് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് യുവതി പറയുന്നത്. താൻ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന് ഭയന്നാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയതെന്നും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷവും ഇയാൾ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചതോടെയാണ് പരാതിയല്ലാതെ മറ്റു വഴിയില്ലെന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നാണ് യുവതി പറയുന്നത്. ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി അടുത്ത ബന്ധമുള്ളയാളാണ് പ്രക്ഷോഭ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് പ്രക്ഷോഭിന് വേണ്ടിയാണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റ് പ്രക്ഷോഭിന്റെ കുന്നത്തൂർ നോർത്ത് വാർഡിലായിരുന്നു. ആരോപണത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രക്ഷോഭിനെ പോലീസിന് ഇനിയും പിടികൂടാൻ പറ്റിയിട്ടില്ല. KPCC നിർദ്ദേശപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രക്ഷോഭിനെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചത്. യുവതിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ മുഖം രക്ഷിക്കാൻ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുകയായിരുന്നു. DCC പ്രസിഡന്റ് A തങ്കപ്പനാണ് ഈ നടപടി അറിയിച്ചത്. പ്രക്ഷോഭിന് പാർട്ടിയിൽ മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇല്ലാത്തതിനാലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്തതെന്ന് DCC വ്യക്തമാക്കി. നഗരസഭാ കൗൺസിലർ സ്ഥാനത്ത് തുടരണോ എന്നത് പ്രക്ഷോഭ് തീരുമാനിക്കേണ്ടതാണെന്നും രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും A തങ്കപ്പൻ ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതിയൊന്നും കൈമാറി കിട്ടിയിട്ടില്ലെന്നും യുവതിയുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നുമാണ് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. സംഭവത്തിൽ പ്രതികരണം തേടിയെങ്കിലും പീഡന പരാതിയുടെ വിവരം പുറത്തു വന്നത് മുതൽ കൗൺസിലറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിഷാരടിക്കൊപ്പം പ്രചാരണത്തിലും ഈ കൗൺസിലർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇത് ഒരു വ്യക്തിയുടെ തെറ്റു മാത്രമല്ല, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതിഫലനവുമാണ്. ജനങ്ങൾക്ക് മുൻപിൽ ശുദ്ധതയും നീതിയും സംസാരിക്കുന്നവർക്കെതിരെ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ചുയരുമ്പോൾ അത് യാദൃശ്ചികമെന്ന് പറയാൻ ഇനി പറ്റില്ല. കുറ്റം പുറത്തു വന്നതിന് പിന്നാലെ മാത്രമുള്ള പാർട്ടി നടപടി ഉത്തരവാദിത്തമല്ല, മറിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം മാത്രമാണ്. ഒരു യുവതി നീതി തേടി മുന്നോട്ട് വരേണ്ടി വരുന്ന അവസ്ഥ തന്നെ വലിയ പരാജയത്തിന്റെ തെളിവാണ്. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയുമ്പോൾ ബാക്കിയാവുന്ന ചോദ്യം ഒന്നാണ്: ഇത് പാർട്ടിയുടെ നിശബ്ദ അനുമതിയാണോ എന്നത്. എന്തായാലും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ചൂട് ഒരു ഡിഗ്രി കൂടി കൂടാനുള്ള വക പ്രക്ഷോഭ് തൽക്കാലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.